ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പൊറോട്ട റെസിപ്പിയാണ്. അതായത് നമ്മളെ വീട്ടിൽ വളരെ സിമ്പിളായ രീതിയിൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള പൊറോട്ട തയ്യാറാക്കാം എന്നുള്ളതാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ മൈദപ്പൊടി, കുറച്ച് ഉപ്പും നല്ല തിളച്ച ചൂടുവെള്ളവും ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഓയിലിൻ്റെ ആ കവറൊന്ന് ജസ്റ്റ് മൂടിയിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്താൻ രൂപത്തിലുള്ള ആ ഒരു ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിനുള്ള ഓരോരോ ഉരുളകളാക്കി എടുക്കണം. അതാക്കിയതിന് ശേഷമാണ് നമ്മളത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ പാകത്തിനാക്കിയിട്ട് നമ്മളത് ഉരുട്ടിയെടുക്കുക. കുഴക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് കുഴക്കണം കേട്ടോ. നന്നായി സോഫ്റ്റായി വരുന്ന ആ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ ഇങ്ങനെ ഉരുളക്കാക്കി എടുത്തിട്ട് പരത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് അമർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുഴക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് എല്ലാത്തിമേലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്കിത് പരത്തിയെടുക്കണം. സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തിരി ചുടുന്നത് പോലെ തന്നെ കുഴച്ചതിന് ശേഷം ഈ ഒരു രീതികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ ആ ഓയിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മളത് പരത്തണം. അപ്പം ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഫ്രീ ആയിട്ട് വൃത്തിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുമ്പോൾ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ അത് അങ്ങനെ പരന്ന് വന്നോളും. കാരണം ഓയിലും പിന്നെ അതുപോലെ മൈദയൊക്കെ അല്ലേ, പെട്ടെന്ന് ഇതായി കിട്ടും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചിലരൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ആക്കും, വലിയതാക്കിയിട്ട് പിന്നെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ വട്ടാക്കി വെച്ചെടുക്കും. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ പരത്തിയതിന് അതിന് കണക്കാക്കിയിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇങ്ങനെ പരത്തിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ടൻ്റെ ആ ഒരു ഷേപ്പായി വരുമല്ലോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പരത്തുകയല്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് നീട്ടിയിട്ട് അത് പൊറോട്ടൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി വെക്കണതാ കണ്ടില്ലേ, ഈ ഒരു റൗണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പരത്തിയത്. അപ്പോൾ ഇതുപോലെ ചിലർ ഇതൊക്കെ കീറിയിട്ട് നല്ല നെയ്സാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചുരുട്ടി വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പുറത്താർക്കും കഴിക്കാനൊന്നുമല്ലല്ലോ, നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യാനില്ല. അപ്പം ഇതുപോലെയൊക്കെ വെച്ചു. ഇനി നമ്മൾ ഇതാണ് പരത്തുന്നത്. ഇങ്ങനെ ചുരുട്ടി വെച്ചതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് പരത്തുകയാണ്. ഇത് പരത്തിയതിന് ശേഷം നമ്മൾ അധികം വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാനായിട്ടുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെക്കണം. അല്ലാഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൈദയല്ല, അതങ്ങനെ ചുരുങ്ങിപ്പോകും. മാത്രമല്ല കുറച്ച് ഡ്രൈ ആയി വരും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചുട്ടെടുക്കാനുള്ള ചട്ടിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പരത്തലും ചുടലും ഒപ്പം കഴിയണം, എന്നാലേ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് പരത്തുന്നുമുണ്ട് ചുട്ടെടുക്കുന്നുമുണ്ട്. ലേശം ഓയിൽ ആ ചട്ടിയിലൊന്ന് ജസ്റ്റ് നമ്മൾ ദോശക്കല്ല കേട്ടോ ഇത്, അതിൽ ലേശം ഓയിലാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ പൊറോട്ട ഈ ഒരു പരുവത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്നും കൂടിയൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് കൈകൊണ്ടൊക്കെ അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഇതായി വരുന്നു വേണ്ട, ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് നമ്മൾ സാധാ പത്തിരിയൊക്കെ ചുടുന്നത് പോലെ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അത് ആവാറായപ്പോഴത്തേക്കന്നെ ഞാൻ അടുത്തത് പരത്തി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങോട്ട് എടുത്തിട്ട് മറ്റേത് ഇട്ട് കൊടുക്കുകയാണ്. പരത്തലും ചുടലും ഒരുമിച്ച് തന്നെ നമ്മൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ തന്നെ സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ട. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി 2 തട്ട് കൈ കൊണ്ട് ഒന്നിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതിനേക്കാളും നല്ല നൈസായിട്ട് നല്ല ചൂടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടുക. ഈ ചൂടോട് കൂടി തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തത് സൂപ്പറാട്ടോ. അപ്പോൾ ഞാൻ ചൂടായപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മക്കളൊക്കെയാണ് ഇതൊക്കെ ചെയ്യാറ്. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അതൊന്ന് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ
നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചുട്ടത്. അപ്പോൾ ഒറ്റക്കായാലും കുഴപ്പമില്ല, പരത്താനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല പരത്തിയെടുക്കാൻ, കാരണം ഓയിൽ അതിലൊരുപാടുണ്ട്. പിന്നെ നല്ല കുഴഞ്ഞ് സോഫ്റ്റായ പൊടിയാണ്, പെട്ടെന്ന് പരത്തി കഴിയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചുടലും പരത്തലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പൊറോട്ട നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ദേ നമ്മൾ പൊറോട്ട എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്നാൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ചെടുക്കുന്നുണ്ട്. ചൂടോടുക്ക് അടിച്ചെടുക്കണം ശരിക്കും. പക്ഷേ ഞാൻ അപ്പം അടിച്ചതും ഉണ്ട്, അടിക്കാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഇനി ഒന്നും വേണ്ട, നല്ല അയില മുളകിട്ടതോ മത്തി മുളകിട്ടതോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള സാധനം വെച്ചിട്ട് സിമ്പിളായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മളത് പുറത്തോട്ട് കണ്ടുവരിക. അത് യൂട്യൂബിൽ തന്നെ ആകണമെന്നൊന്നുമില്ല, നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ സിമ്പിളായ കാര്യമാണ്, നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. നമ്മളൊക്കെ വീട്ടിലിപ്പം ജോലി ചെയ്യുന്നവർ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. എല്ലാം നമ്മളൊക്കെ പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പം നമ്മൾ അറിയുന്നത് വെച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക. അത് നമ്മളെ വീട്ടിലായാലും ഇനിയിപ്പോൾ ഇതുപോലെ യൂട്യൂബിലേക്കായാലും ഒക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഒന്നും അറിയാത്ത മട്ടിലിങ്ങനെ നമ്മൾ നല്ല സമയങ്ങൾ കളയാതിരിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.